വെൽക്കം ബാക്ക് അഗൈന. ഷർഫാണ് വിത്ത് ഫാമിലി. ഇപ്പോൾ ഉള്ളത് കക്കയം ഡാം, കോഴിക്കോട് ജില്ലയിലെ കക്കയം ഡാമിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. മാഷാ അല്ലാ, ഞങ്ങളെല്ലാവരും ഇതാ കക്കയം ഡാമിൻ്റെ ഓരോ സൈഡും ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാണ്. ചെറിയൊരു ചുരം നേരെ കയറി വന്നു കഴിഞ്ഞാൽ കക്കയം ഡാമെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ, ഇതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ചെറിയൊരു കുഞ്ഞ് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഊഞ്ഞാലുകളുണ്ട്, കുട്ടികൾ കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇവിടെ ചെറിയൊരു ഷോപ്പ് കണ്ടങ്ങൾ. ഇവിടെ ആകെ ഈ ഒരു ഷോപ്പ് മാത്രമുള്ള ഐസ്ക്രീം കിട്ടുന്നുണ്ട്. അതിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ ഐസ്ക്രീം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രില്ലിട്ടിക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ആദവനിപ്പോൾ ഒരു ഐസ്ക്രീം നമ്മൾ വാങ്ങിക്കൊടുത്തു. ഓൻ എന്നിട്ട് ആ ജയിലിലിട്ട് അടച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഓന് ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് ഓൻ പുറത്തിറങ്ങിയത്. കാരണം എന്താണെന്ന് ചോദിച്ചത്, ഈ മരം നിറച്ച് കുരങ്ങന്മാരാണ്. കുരങ്ങന്മാരെ നല്ലോണം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മളെ കയ്യിലുണ്ട്, ഫുഡുണ്ട്, കഴിക്കണം എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുരങ്ങന്മാർ നമ്മൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ചെയ്ത പണിയാണ്. കക്കയം ഡാമിൻ്റെ ഒരു വശം കൂടെ കാണാൻ പറ്റും. അവിടെയാണ് നന്നായിട്ട് മതിൽ കെട്ടിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് വെള്ളം മടയിലോട്ട് ഒഴുക്കി വിട്ടിട്ട് കറണ്ടാക്കിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെയുണ്ട് പൊന്നെ, ഇഷ്ടപ്പെട്ടോ? സെറ്റായാ? കക്കയം ഡാമിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു നമ്മൾ. ഇതുവരെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഇതാ ഡാമിൻ്റെ ഒരു ഭാഗത്താണ്. അതേപോലെ ചിൽഡ്രൻസ് പാർക്ക് എടുക്കുന്നത് ഈ ഏരിയയിലാണ്. അപ്പോൾ കുട്ടികൾ നമ്മൾ ഈ ഏരിയയിൽ അങ്ങനെ ഇട്ടിട്ട് നമ്മളൊരു സൈഡിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇതുവരെ. അതേപോലെ സ്പീഡ് ബോട്ട് ഉണ്ട് കേട്ടോ അവിടെ. 1200 റുപ്യാണ് 5 പേർക്ക് എങ്ങാണ്ട് റേറ്റ് വരുന്നത്. അതിൽ കയറിക്കഴിഞ്ഞാൽ ഈ ഡാമിൽ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ റൈഡ് ചെയ്തിട്ട് വരാൻ പറ്റും. അതേപോലെ ഇത് കണ്ടോ, ഇവിടെ ടാക്സി സർവീസ് ഉണ്ട്. ഇവിടെ നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ 350 റുപ്യ എങ്ങാണ്ട് കൊടുത്തിട്ട് കയറിക്കഴിഞ്ഞാൽ ഈ റോഡിന് നേരെ പോയാൽ അവിടെ എവിടെയോ എങ്ങാണ്ട് നമുക്ക് ആ ഡാമിൻ്റെ അറ്റത്തെത്താൻ പറ്റും ചെയ്യും. അതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ഫോട്ടോസ് എടുത്തിട്ട് ഇവർക്കാണ്ട് മതിയാവണില്ല. മഴ പാറ്റിയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാനുള്ള പരിപാടിയിലാണ്. ഈ ടാക്സിയിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് വരെ പോകാൻ പറ്റും.